7 വർഷമായിട്ട് ബ്ലീഡിങ് തന്നെയായിരുന്നു. അത് ഭയങ്കര ചെറിയതായതായിട്ടൊന്നുമില്ല, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. എന്നിട്ട് ഞാനിവിടെ നാട്ടിൽ വരുമ്പോഴത്തേന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേനെ പറഞ്ഞ് യൂട്രസിനകത്ത് മുഴയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോ വർഷവും വരുമ്പോഴത്തേനും ഓരോ മുഴ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അന്നേരം ഡോക്ടർ ഗിരിജാഗുരുദാസ് പറഞ്ഞ് ഇത് മൊത്തമായിട്ട് എടുത്ത് കളയണമെന്ന് പറഞ്ഞ്. ഞാൻ കളയാനൊന്നും പോയില്ല. ഞാൻ എന്നിട്ട് വയനാട്ടിലായിരുന്നു അന്ന്. എന്നിട്ട് പിന്നെ തിരിച്ച് വയനാട്ടിലേക്ക് പോകും. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു സഹോദരി പറഞ്ഞ് സ്വർഗീയവൃന്ദം ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞ്. അപ്പം ഞാൻ അവിടെ വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്ന് ശനിയാഴ്ച സ്നാനപ്പെട്ട് അന്ന് തന്നെ ഞാൻ തലേദിവസം പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ പറയേണ്ടത് എനിക്കറിയത്തില്ല, എൻ്റെ ഇന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് നീ മാറ്റി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ച് തലേദിവസം പ്രാർത്ഥിച്ച്. അന്നൊന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ സ്നാനക്കുളത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രകാശം എൻ്റെ ശരീരത്തിൽ കൂടെ പോകുന്നതായിട്ട് കണ്ട് വീട്ടിൽ ചെന്ന് യൂട്രസ് ഇറങ്ങി വരുമായിരുന്നു. നമുക്ക് ശരിക്കും അറിയാമായിരുന്നത്. വീട്ടിൽ വന്ന് പിന്നെ നോക്കുമ്പോഴത്തേന് ആ യൂട്രസ് ഇറങ്ങി വന്നിട്ടുമില്ല, ഇന്ന് വരെ ബ്ലീഡിങ്ങും ഇല്ല, ആ 4 മുഴയുടെ ഒരു പ്രശ്നവും ഇല്ല. 1 കിലോ പാര എനിക്ക് എടുക്കത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ തൊഴിലുറപ്പിൽ ADS ആണ്, പക്ഷേ പിക്കാസ് എടുത്ത് വരെയും കിളയ്ക്കാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല. സൗഖ്യമായിട്ട് എത്ര നാളായി? 7 വർഷമൊക്കെ കഴിഞ്ഞ്. 7 വർഷം കഴിഞ്ഞ് സൗഖ്യമായിട്ട്. എത്ര വർഷം ഈ രോഗം അനുഭവിച്ചു? ഒരു 5-6 വർഷം അതും അനുഭവിച്ചു. 5-6 വർഷം അനുഭവിച്ചു. ഒരു മാസത്തെ 20 ദിവസവും ബ്ലീഡിങ്ങാ. അത് കഴിയുമ്പോൾ മടുക്കുമ്പോഴത്തേനും ഒന്ന് ആശുപത്രിയിൽ പോകും. അപ്പോൾ അവർ ചെറ്റ് ചെയ്യും. അന്നേരം ഒരു 10 അത് കുറയും, ഒരു 10 ദിവസം ചുമ്മാ ഇരിക്കും. അന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന യേശു തൊട്ടു, ഇതുവരെ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.